16ാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുൽത്താൻ ബത്തേരി നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് IC ബാലകൃഷ്ണനാണ് കൈപ്പത്തി അടയാളത്തിൽ വോട്ട് ചോദിക്കുന്നതിനാണ് ഞങ്ങൾ മുള്ളംകൊല്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതി അംഗങ്ങളും CDS ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ളവർ ഞങ്ങൾ മുള്ളംകൊല്ലി ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിയിൽപ്പെട്ട എല്ലാ വ്യാപാര സ്ഥാപനങ്ങളിലും ജനങ്ങളെ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു ഏപ്രിൽ 9-ാം തീയതി നടക്കുന്ന ഇലക്ഷനിൽ സുൽത്താൻ ബത്തേരി നിയോജക മണ്ഡലത്തിൽ IC ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഒരു സർക്കാർ, അതായത് കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഒരു സർക്കാർ അധികാരത്തിൽ വരുന്നതിന് വേണ്ടി ഞങ്ങൾ ജനങ്ങളെ കണ്ട് കഴിഞ്ഞ 10 വർഷക്കാലം ഈ നാട് ശരിക്കും ഒരു 25 വർഷം പുറകോട്ട് നയിച്ച് ഇടതുപക്ഷ സർക്കാരിൻ്റെ ദുർഭരണത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനും ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഒരു നല്ല ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതിനും വേണ്ടി ജനങ്ങളെ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാനും ജനങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതിനും വേണ്ടി പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. ഇത് പെരിക്കല്ലൂരെത്തി. ഇനി ഞങ്ങൾ മുള്ളംകൊല്ലി, പട്ടാണിക്കൂപ്പ്, പാതിരി, പാടിച്ചിറ, സീതാമൗണ്ട് അങ്ങനെ മുള്ളംകൊല്ലി ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിയിലുള്ള എല്ലാ വ്യാപാരികളെയും ആളുകളെയൊക്കെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. ഈ മെയ് മാസം 4-ാം തീയതി റിസൾട്ട് വരുമ്പോൾ കേരളത്തിൽ ഒരു പുതുയുഗം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ്. ഈ കഴിഞ്ഞ 15 വർഷക്കാലം IC ബാലകൃഷ്ണൻ ഇവിടെ നേടിയ വോട്ടിനേക്കാൾ കൂടുതൽ വോട്ടുകൾ കിട്ടി. തീർച്ചയായിട്ടും IC വിജയിക്കും. ഇത് കേൾക്കുന്ന എല്ലാവരും IC ബാലകൃഷ്ണന് കൈപ്പത്തി അടയാളത്തിൽ വലിയ ഭൂരിപക്ഷത്തിൽ ജയിപ്പിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് വളരെ വിനയത്തോടെ ഞങ്ങൾ വനിതകൾ, അതായത് CDS ചെയർപേഴ്സൺ, ഇവിടുത്തെ മുൻ ഭരണസമിതി അംഗങ്ങൾ എല്ലാവരും ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, വലിയ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ IC ബാലകൃഷ്ണനെ വിജയിപ്പിക്കണമെന്ന് വളരെ വിനയത്തോടു കൂടിയാണ് ഞങ്ങൾ അപേക്ഷിക്കുന്നത്. പുൽപ്പള്ളി ന്യൂസിന് വേണ്ടി ഡാമിൻ ജോസഫ്.